സംബാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനപ്പുറം ചില കാര്യങ്ങളില്ലേ? അത് മാധ്യമങ്ങൾ പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്. കാരണം ഉത്തർപ്രദേശിലെ സംബാൽ മസ്ജിദ് ഹരിഹർ ടെമ്പിളാണെന്നാണ് അവിടുത്തെ വിശ്വാസികളുടെ ഡിമാൻഡ്. അതനുസരിച്ചാണ് കോടതിയിലൊരു കേസ് വരുന്നതും അത് പരിശോധിക്കാനായിട്ട് കോടതി സർവേ നടത്താൻ വേണ്ടി ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറയുകയും ചെയ്തത്. അങ്ങനെ സർവേക്ക് ആളുകൾ വന്നു, ഒരു കൂട്ടം ആളുകൾ ജനങ്ങൾ വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് വെടിവെച്ചു, നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു, പിന്നെ പോലീസ് തിരിച്ച് വെടിവെച്ചു. അങ്ങനെ 3 പേരോ 4 പേരോ മറ്റോ മരിച്ചു. അതിനുശേഷം സർവേ നടക്കുന്നില്ല. സർവേ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു ഈ ആക്രമികളുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവേ പറയപ്പെടുന്ന ഒരു നാരേറ്റീവ് എന്താണെന്നറിയോ? അത് ബാബർ പണിത പള്ളിയാണ്, ആ ബാബർ അമ്പലം പണിതാണ് പള്ളി പണിത് എന്ന് പറയുന്ന അയോധ്യയിലെ പോലെ സമാനമായി മുസ്ലിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു പള്ളി ഹിന്ദുത്വവാദികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നറേറ്റീവ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അതല്ല സത്യം. അതായത് ഈ സംബാൽ പള്ളി എന്ന് പറയുന്ന ജുമാ മസ്ജിദ്, ഇത് 1920 ഡിസംബർ 22 ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചാൽ അത് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കും. ആണല്ലോ. ഇപ്പോൾ അവിടെ ഈ ബഹളം ഉണ്ടാക്കുന്നതും പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ASIക്കാരെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് പള്ളി കമ്മിറ്റിയാണ്. അവർ പറയുന്നതിന് അതിക്രമിച്ച് കയറാൻ സമ്മതിക്കില്ല പറയുന്നതാര്? പള്ളി കമ്മിറ്റി. അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. സിനിമ മനസ്സിലായോ? അതായത് 1920 ഡിസംബർ 22 സർക്കാർ ഏറ്റെടുത്തു. സർക്കാർ ഏറ്റെടുത്ത പള്ളിക്കകത്ത് കമ്മിറ്റി എങ്ങനെ ഉണ്ടാവുന്നത്? മനസ്സിലായില്ലേ? കമ്മിറ്റി ഉണ്ടായി. അത് പാടില്ലല്ലോ. എന്നിട്ട് ആരാ ഉടമസ്ഥര്? ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അവരിപ്പോൾ അതിക്രമിച്ച് കയറുകയാണ്. കയ്യിലിരിക്കുന്ന സത്യത്തിൽ സംഭവം മനസ്സിലായോ? അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ 1920 മുതൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഉള്ള ഈ പള്ളി 1920 സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അന്നത്തെ കേന്ദ്ര ഭരണത്തിൻ്റെ കാര്യത്തിലും പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പക്കലും വന്നിട്ടുള്ള ഉടമസ്ഥതയിൽ വന്നിട്ടുള്ള പള്ളി ASIയുടെ കയ്യിലില്ല. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായി. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇത് ഇപ്പോൾ 98-ലും 2024 ഈ വർഷം ജൂണിലും അവിടെ സർവേ നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അതായത് അവിടെ ASIയുടെ മീററ്റ് സർക്കിളിലെ സൂപ്രണ്ട് വിനോദ് സിംഹ് റാവത്ത് ഒരു അഫിഡവിറ്റ് കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അഫിഡവിറ്റിലെ വിവരങ്ങൾ കൂടി അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ഒന്നാമത് ഈ പള്ളി മുസ്ലിം സമുദായത്തിൻ്റെ അല്ല, ഇതൊരു വഖഫ് ചെയ്ത പോലത്തെ പരിപാടിയാണ്. കാരണം വഖഫ് ഭൂമി കയ്യേറുമല്ലോ എന്ന് പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ള ഈ ASIയുടെ പക്കലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ പക്കലുള്ള പള്ളി ഇവരങ്ങോട്ട് ഏറ്റെടുത്ത് പള്ളി കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഉടമസ്ഥരെ അടിച്ച് പുറത്താക്കി. ആരെ? കേന്ദ്ര സർക്കാരിൻ്റെ. അതാണ് സംബാലിൽ നടക്കുന്നത്. അല്ലാതെ ഇത് ബാബറി പള്ളി പോലെ മുസ്ലിങ്ങൾ കൈവശം വെച്ചിരുന്നൊരു പള്ളിയല്ല. മുസ്ലിങ്ങൾ അതിക്രമിച്ച് കൈവശം വെച്ച പള്ളിയാണ്. അതാണ് ഇതിൻ്റെ വസ്തുത. ഇനി നോക്കുക, ഇതിൻ്റെ ഉടമസ്ഥ ഇപ്പോൾ ASI പറയുന്നതെന്നറിയോ? ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. ജൂൺ 25 ഞങ്ങളൊരു പരിശോധന നടത്തി. ഈ ജൂൺ മാസത്തിൽ നടത്തിയത് ഈ വർഷം ജൂണിൽ നടത്തിയപ്പോൾ ഞങ്ങൾ കണ്ടെത്തുന്നറിയോ? പള്ളിക്ക് പഴയ സ്വഭാവം ഇപ്പോൾ ഇല്ല. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തത് പൗരാണിക സ്മാരകമാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അവരെന്ത് ചെയ്തു? അന്നത്തെ ഞങ്ങൾ ജൂൺ 25 പരിശോധിക്കുമ്പോൾ പൗരാണിക സ്മാരകം, ഒരു പൗരാണിക ബംഗ്ലാവ് നമ്മുടെ കിട്ടിയാൽ അത് പുതിയ 3 നില കെട്ടിടമാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ആ സിറ്റീസ് നിലനിർത്തണം. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ വിനോദ് സിംഗ് ജൂൺ 24 നടത്തിയ സർവേയുടെ ഫലമായിട്ടുണ്ടാക്കിയ അഫിഡവിറ്റിൽ പറയുന്നത്, അതിൻ്റെ ജൂൺ 24 നടത്തിയ അഫിഡവിറ്റിൽ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം നഷ്ടമാക്കി. എന്തായിരുന്നു ഒറിജിനൽ സ്വഭാവം? നഷ്ടമാക്കി. അവിടെ പള്ളിയുടെ പാരമ്പര്യ രീതിയിലുണ്ടായ പെയിൻറ്റിങ്, അവിടുത്തെ ചുവരിലെ ലിഖിതങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടി ഇനാമൽ പെയിൻറ്റിങ് നടത്തി. ജൂണിൽ ഈ കോടതി ഉത്തരവ് ഉണ്ടാകുന്നതിന് മുമ്പ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേ കണ്ടെത്തിയതാണ്. ഇനാമൽ പെയിൻറ്റിങ് നടത്തി. പിന്നെയോ പലയിടത്തും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കി. പലതും മറയ്ക്കാനും മാറ്റി മറയ്ക്കാനും വേണ്ടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ചില നിർമ്മാണങ്ങൾ നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഒറിജിനൽ തറ
അതായത് പുരാതന കാലം മുതലേ ഉണ്ടായിരുന്ന തറ നിലനിർത്തണമല്ലോ. അതിനാണ് അതെല്ലാം നിലനിർത്താനാണ് പുരാവസ്തു വകുപ്പ് ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ തറ കംപ്ലീറ്റ് അങ്ങ് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ മാർബിൾ പാകി. എങ്ങനെയുണ്ട്? അപ്പോൾ 2018 തന്നെ ഒരു പരാതി കിട്ടിയിരുന്നു. അവിടെ പള്ളിക്കകത്ത് അവരെന്ത് ചെയ്തു? ഒരു റെയിലിംഗ് സ്ഥാപിക്കാൻ പോകുന്നു. ഇതറിഞ്ഞപ്പെടുത്തി ASI ആർക്കിയോളജിക്കൽ സർവേയുടെ ഉദ്യോഗസ്ഥരെ തടയാൻ ശ്രമിച്ചു. പറ്റില്ല, ഞങ്ങളുടെ അധീനതയിലുള്ള പള്ളിയാണ്, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി വലിയ ആൾക്കൂട്ടം ഇതുപോലെ വന്നു. അങ്ങനെ ആ പള്ളിയുടെ ചരിത്ര സ്മാരകത്തിൻ്റെ ഉടമസ്ഥരായ ASI ഉദ്യോഗസ്ഥർ പേടിച്ചു പിന്മാറി. ഏത് വർഷം? 2018. തീർന്നില്ല. അതിനുശേഷം അതായത് ഒരു കേസെടുത്തു. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് പ്രകാരം അതിൻ്റെ സെക്ഷൻ 30B പ്രകാരം അവിടുത്തെ ജുമാ മോസ്ക് കമ്മിറ്റിക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനെ തുടർന്ന് ADM ഉത്തരവിട്ടു. അവിടെ അനധികൃതമായി ഇന്ത്യ സർക്കാരിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള പള്ളിയിൽ അനധികൃതമായി നിർമ്മിച്ച ഈ റെയിലിംഗ് മാറ്റാൻ വേണ്ടി ADM ഉത്തരവിട്ടു. ADMൻ്റെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോലീസും സന്നാഹവും ഒക്കെ വന്നു. അന്നും ഇതുപോലെ ആൾക്കൂട്ടം വന്നിട്ട് പ്രശ്നമുണ്ടാക്കി അവരെ ഓടിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ASIയുടെ ഈ അഫിഡവിറ്റിൽ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ASI അന്ന് കോടതിയിൽ പറഞ്ഞത് ഈ പള്ളി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ പള്ളിയാണ്, 920 മുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് തന്ന പള്ളി ഞങ്ങൾക്കൊന്ന് മേടിച്ച് തരണേ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവർ പരസ്യമായി റെക്കോർഡ്സ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള പള്ളി ഇവർ പിടിച്ചെടുത്തു. ഒരു പറ്റ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് അവരുടേതാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ASIയുടെ ഉദ്യോഗസ്ഥർ വന്നാൽ, അതിൻ്റെ ഉടമസ്ഥരായ ASIക്കാർ വന്നാൽ അതിനകത്ത് കയറ്റൂല, അകത്ത് കയറ്റൂല. അവർ ഇതിനകത്ത് മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്. നമ്മൾ നേരെ ഈ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്ത് ഒരു കിണറുണ്ടായിരുന്നു. അത് അന്ന് നടത്തിയ സർവേയുടെ റിസൾട്ടാണ്. ആ കിണർ അതിൻ്റെ പേജ് 10 അന്നത്തെ സർവേ റിപ്പോർട്ടിൻ്റെ 10ാം പേജിൽ അവിടെ കിണറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതെന്ത് പറ്റി? അത് കംപ്ലീറ്റ് മൂടി. പള്ളിയുടെ താഴ്ന്ന ഭാഗത്ത് ചില മുറികളുണ്ടായിരുന്നു. അത് ചില ചരിത്ര പ്രാധാന്യമുള്ള മുറികളായിരുന്നു. ആ മുറികളൊക്കെ ഇപ്പോൾ പള്ളി കമ്മിറ്റി അതും പുതുക്കി പണിതിട്ട് എന്ത് ചെയ്തു? അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പഴമയെ ഒന്നും തിരിച്ചറിയാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം? അവിടെ വീണ്ടും ഒരു പള്ളി കയ്യേറി പള്ളി ഒഴിപ്പിച്ചിട്ട് അമ്പലം ഉണ്ടോ എന്ന് നോക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ആളുകൾ കേരളത്തിലും വലിയ ബഹളം ഉണ്ടാകുന്നുണ്ട്. അവർ പറയണം എങ്ങനെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പക്കൽ ആയിരുന്ന പള്ളിക്ക് ഒരു മോസ്ക് കമ്മിറ്റി ഉണ്ടായത്? എങ്ങനെയാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള ഈ പള്ളിയിൽ അനധികൃത പൗരാണികമായ അതിൻ്റെ രൂപശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ASIയുടെ ഉത്തരവാദിത്വം വന്നിരിക്കെ ASIക്കാരെ അടിച്ച് പുറത്താക്കിയിട്ട് അതിൻ്റെ ഘടന മുഴുവൻ മാറ്റുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള ഉത്തരം സമീപകാലത്ത് ജ്ഞാൻവാപ്പി, മധുര തുടങ്ങിയ കേസുകളുണ്ടായ സംഭവമുണ്ട്. അതായത് 91 ഒരു നിയമം വന്നു. നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അയോധ്യയിലെ തർക്കമൊഴികെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും 1947 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ അതേപോലെ നിലനിൽക്കണം എന്നൊരു നിയമം കോൺഗ്രസ് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു, വഖഫ് പോലെ. അപ്പം ഏത് സ്ഥാപനമാണോ, ഇപ്പോൾ അമ്പലമാണെങ്കിൽ അമ്പലം, ഇപ്പോൾ പള്ളിയാണെങ്കിൽ പള്ളി, ഇപ്പോൾ മസ്ജിദാണെങ്കിൽ മസ്ജിദ്, അങ്ങനെ നിൽക്കണം എന്നാണ് ഈ നിയമത്തിലൂടെ പറയുന്നത്. ആ നിയമം വേണമെങ്കിൽ ഈ സർക്കാരിൻ്റെ അടുത്ത് കളയാവുന്നേ ഉള്ളൂ, നിസ്സാരമായി. ഭരണഘടനാ ഭേദഗതി ഒന്നും വേണ്ട. പുതിയൊരു ബില്ല് അവതരിപ്പിച്ചിട്ട് അത് റദ്ദായിരിക്കുന്നു പറഞ്ഞാൽ തീർന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പക്ഷേ മോദി കഴിഞ്ഞ 10 വർഷമായിട്ടും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. എന്നിട്ടും മോദിയുടെ പേര് ഫാസിസ്റ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആണ് അത്തരം ഒരു നിയമം ഉണ്ടായിരിക്കുകയാണ് ജ്ഞാൻവാപ്പിയിൽ സർവേ നടത്താൻ ഉത്തരവ് വന്ന് സുപ്രീം കോടതി ശരിവെച്ചു. സർവേ നടക്കട്ടെ എന്ന് പറഞ്ഞു. സർവേയിൽ, കാരണം ഇതിന് സർവേയിലൂടെ പറയുന്നത് എന്താ? സ്ട്രക്ചർ പരിശോധിക്കണമെന്നാണ്, അല്ലേ? സ്വഭാവം. ആ തർക്കത്തിലുള്ള ഒരു ടെമ്പിൾ അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മോസ്ക് ഇരിക്കുന്നു. ആ മോസ്കിനെ കുറിച്ച് ഒരു ആക്ഷേപമുണ്ട്. ഇത് മോസ്കാണോ അമ്പലമാണോ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം? പരിശോധിച്ചു എന്ന് പറയും, അല്ലേ? അതെ. സിനുവിൻ്റെ പോക്കറ്റ് അടിച്ചു പോയി, ഞാൻ മാത്രമേ സിനുവിൻ്റെ അടുത്തുള്ളൂ, ഞാനാണോ എന്ന് സിനു സ്വാഭാവികമായും സംശയിച്ചു. എൻ്റെ പക്കൽ സിനുവിൻ്റെ പോക്കറ്റിലുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ നിഷ്കളങ്കരാണെങ്കിൽ ഞാൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താ? നോക്കാൻ പറ്റില്ല എന്ന് പറയുക മാത്രമല്ല, ഇവർ ഈ പള്ളി
ജ്ഞാൻവാപി പോലെ ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ ഈ പള്ളിയിൽ മനഃപൂർവ്വം വലിയ മാറ്റങ്ങൾ വരുത്തി. വലിയ മാറ്റങ്ങൾ. അപ്പോൾ ഇവിടെ ഇത് ഹരിഹർ ടെമ്പിളാണ്. ഹരിഹർ ടെമ്പിളിൻ്റെ ഭൂമിക്കടിയിലെ നിലവറയിൽ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. പണ്ട് ആരാധന നടത്തിയാണ്. ബാബർ തകർത്ത നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഹരിഹർ ടെമ്പിൾ. അവിടെ അത് അത് പരിശോധിച്ച് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതെ, പരിശോധിച്ചിട്ട് ക്ഷേത്രമാണോ മോസ്കാണോ എന്ന് തീരുമാനിക്കുക. അപ്പം ഇതാണ് കോടതി പറഞ്ഞത്. അല്ലാതെ മോസ്ക് പൊളിച്ചു കളയാനല്ല, അതിൻ്റെ സ്ട്രക്ചർ നോക്കുക, ക്യാരക്ടർ നോക്കുക. പക്ഷെ ക്യാരക്ടർ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? മനഃപൂർവ്വം കൂട്ടിച്ചേർക്കൽ വരുത്തി, പൗരാണിക സ്മാരകത്തിൻ്റെ സ്ട്രക്ചർ നശിപ്പിച്ചു, ഒക്കെ ചെയ്തിട്ട് തറ വരെ പൊളിച്ചു. ഇപ്പോൾ അതിനകത്ത് ASIക്കാരെ കിട്ടുന്നില്ല. ഇപ്പോൾ അല്ല, ASIക്കാരുടെ നിന്ന് പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണ് ASIയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇത് മാറ്റം വരുത്തിയത്? ചരിത്ര സ്മാരകം മാറ്റിമറിച്ചത് എന്തിനാണ്? ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതാരും പറയുന്നില്ല. അപ്പോൾ വളരെ കൃത്യമാണ്, ഈ പള്ളി ക്ഷേത്രം പൊളിച്ച് തന്നെ പണിത പള്ളിയാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലിരുന്ന, ഇന്ത്യ സർക്കാരിൻ്റെ കയ്യിലിരുന്നാൽ ഇതിൻ്റെ ഘടന പരിശോധിക്കാൻ, സ്വഭാവം പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടാൽ ഇതൊരു ക്ഷേത്രമായിരുന്നുവെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം ഈ പള്ളി മോസ്കിൽ കയറി അധികാരം സ്ഥാപിച്ച് അതിൻ്റെ സ്വഭാവം മാറ്റി എന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഇനി കോടതി ഉത്തരവിട്ടാലും ഞങ്ങൾ ബലപ്രയോഗം നടത്തും, ഞങ്ങൾ അക്രമം ഉണ്ടാക്കും, ഞങ്ങൾ വെടിവെക്കും, ഞങ്ങൾ രക്തസാക്ഷിയെ ഉണ്ടാക്കും. അങ്ങനെ രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ പിന്തുണ നേടിയിട്ട് ആ കോടതി ഉത്തരവുകളെ അട്ടിമറിക്കും എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് സംബാൽ. അവിടെ നോക്കൂ, ഇപ്പോഴും ശരിക്കും ഈ രാജ്യത്തെ ഒരു കൂറുള്ള പാർട്ടികളാണെങ്കിൽ അവർ പറയേണ്ട, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടക്കം പറയേണ്ടത് എന്താണ്? അത് അല്ല, പരിശോധിക്കാന്നല്ല, ഇത് നിങ്ങൾ ബഹളം വെക്കട്ടെ. ഇവിടെ എങ്ങനെ പള്ളി കമ്മിറ്റി ഉണ്ടായി? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള പള്ളി എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അനധികൃതമായ കയ്യേറ്റമാണ്. ഇപ്പം മാത്രമല്ല, രണ്ടാമത്തെ കയ്യേറ്റമാണ്. ആദ്യം ബാബർ എന്ന് പറയുന്ന നിഷ്ഠൂരനായ ഭരണാധികാരി, ഇന്ത്യയിലെ നുഴഞ്ഞുകയറ്റക്കാരൻ വന്നിട്ട് ഇന്ത്യയിലെ ഭൂമി കയ്യേറി, ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുത്തു, ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർത്തു. അങ്ങനെ അവിടുത്തെ സംബാലിലെ ഹരിഹർ മന്ദിർ തകർത്തിട്ട് ഈ പള്ളി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ചരിത്ര സ്മാരകം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഇന്ത്യ സർക്കാരിൻ്റെ അധീനതയിലായ ഈ പള്ളി പിന്നെയും മുസ്ലിം ശക്തികൾ അധിനിവേശം നടത്തി സ്വന്തമാക്കി. നിയമവിരുദ്ധമായാണ് അവിടെ ഒരു പള്ളി കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അവരവിടെ വരുത്തിയ മാറ്റങ്ങൾ നിയമവിരുദ്ധമാണ്. ആ പള്ളിയുടെ സ്വഭാവം തന്നെ ക്യാരക്ടറിനെ അട്ടിമറിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ കളവ് കാണിക്കുകയും കളവ് കാണിച്ചുകൊണ്ടിരിക്കുകയും കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി പുതിയ തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്തത് ആരാണ്? ഇസ്ലാം മതവിശ്വാസികൾ. അതായത് നിലവിലുള്ള പള്ളി അല്ല ഇതെന്നും പുതിയ പള്ളിയാണെന്നും കൃത്യമായി വരുത്തി തീർക്കാനുള്ള എല്ലാ പദ്ധതിയും അവരവിടെ ചെയ്തു. ഒരു കമ്മീഷൻ വന്ന് നോക്കണം, ഇത് പുതിയ പള്ളി, തറ മാർബിളാണ്, അവിടെയൊക്കെ പുതിയ പെയിന്റിങ്, നാമൽ പെയിന്റിങ്, അത് പഴയ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിരിക്കും. നമ്മൾ ബാബറി പള്ളി ചെല്ലുമ്പോൾ പോലും അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ മറച്ചു. അപ്പം ഇസ്ലാം ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ്. കാരണം തങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെന്നറിയാം. ഒരു പരിശോധന നടത്തിയാൽ ഇത് പള്ളിയല്ല, മോസ്കല്ല, ഇത് ക്ഷേത്രമാണെന്ന് കണ്ടെത്താനുള്ള തെളിവുകൾ ഒരുപാട് കിട്ടുമെന്ന് അവർക്ക് അയോധ്യയിലെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് ജ്ഞാൻവാപിയിൽ നിന്ന് മനസ്സിലായി, കാശിയിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ടിപ്പോൾ അവരുടെ കയ്യിലുള്ള അധിനിവേശം നടത്തി ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ച മോസ്കുകളെ രക്ഷിക്കാൻ വേണ്ടി അത്തരം പള്ളികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിൽ പോലും കടന്ന് കയറി അവിടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള പദ്ധതി ഇന്ത്യയിലെ ഇസ്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് സംബാൽ. ഇത് ആരും പറയുന്നില്ല, ഒരു പത്രത്തിലുമില്ല, ഒരു മാധ്യമത്തിലുമില്ല, ഒരു ചാനലിലും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിവരങ്ങളൊന്നും ജനങ്ങളിലേക്ക് കൈമാറിയതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.